നോക്കാൻ ഉള്ളത് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, അതായത് ഫോർമേഷൻ ഓഫ് സിസ്റ്റ് ആൻഡ് ഹൈപ്പർട്രോഫി ഓഫ് കിഡ്നി സെൽസ് വിച്ച് ലെഡ് ടു സിസ്റ്റിക് റപ്ചർ ആൻഡ് ഇൻഫെക്ഷൻ ഡാമേജ് ടു നെഫ്രോൺ. ഇത് ജനറ്റിക് ആയിട്ടാണ് ഇൻഹെറിറ്റഡ് ആകുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, അഡൾട്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ആൻഡ് ഇൻഫൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്നാൽ ഇൻഫൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓട്ടോസോമൽ റിസസീവ് ആയിട്ടുള്ള ട്രേറ്റ് ആണ്. ഇത് ഇൻഫൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് ഒരു 3 months വരെയും മാത്രമേ അവർക്ക് ജീവിച്ചിരിക്കാൻ കഴിയൂ. ഡെത്ത് കാരണം തന്നെ ഇത് ഡെത്തിന് തന്നെ ഒരു കാരണമാകുന്നു. ഇനി ഈ ഡിസീസാണ് ഇനിയും ഓട്ടോ അല്ലെങ്കിൽ അഡൾട്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോസോമലായിട്ടുള്ള ഡൊമിനൻ്റ് ട്രേറ്റ് ആണ്. 13 to 14 ആയിരിക്കും സിംറ്റംസ് കാണാൻ തുടങ്ങുന്നത്. മിക്കവാറും തന്നെ അത് ക്രോണിക് ഡിസീസ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. ഇനി അസസ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഇൻഫൻസിന് പ്രത്യേകിച്ച് അസസ്മെൻറ്റ്സ് ഇല്ല, കാരണം അവർ 3 months കഴിയുമ്പോൾ തന്നെ മരിച്ചു പോകുന്നു. അഡൾട്ട് അത്രയും നാൾ ഒരു സിംറ്റംസും ഉണ്ടാകില്ലെങ്കിലും സിംറ്റംസ് കാണുമ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകുന്നു, ഇനാക്ടിവിറ്റീസ്, ഫീവർ, റെക്കറൻ്റ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷന്, ഹെമറ്റൂരിയ, പ്രൊട്ടിനൂറിയ, പയൂറിയ, ഹൈപ്പർ ടെൻഷന്, പാൽപ്പബിൾ ആയിട്ടുള്ള അബ്ഡോമിനൽ മാസ്, കിഡ്നീസ് എൻലാർജ്ഡ് ആവുന്നു, ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇൻ്റർവെൻഷൻസ് നോക്കുവാണെങ്കിൽ ലോങ് ടേം കെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഡയാലിസിസ് ചെയ്യാം അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം. ഇനി കെയർ നോക്കുമ്പോൾ മോണിറ്റർ ഫോർ ഹെമറ്റൂരിയ, അഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് നൽകുക. ദെൻ പേഷ്യൻറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ഓൺ ഹിസ് ആക്ടിവിറ്റീസ്. സോഡിയം ലോസ് ആകാൻ സാധ്യതയുണ്ട്. സോ എൻകറേജ് ദ പേഷ്യൻറ്റ് ഇൻ ടേക്ക് ടു ഫ്ലൂയിഡ് ആൻഡ് സോഡിയം. ഡ്രെയിനേജിന് വേണ്ടി നമ്മൾ പെരിക്കട്ടോണിയസ് സിസ്റ്റിക് ചെയ്യാറുണ്ട്. അതിനായിട്ട് തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുക. ഡയാലിസിസ് പ്രിപ്പറേഷൻ പേഷ്യൻറ്റിന് നമ്മൾ നൽകുക. ജനറ്റിക് കൗൺസിലിംഗ് നമ്മൾ പേഷ്യൻറ്റിന് നൽകുക, കാരണം അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി. ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ സപ്പോർട്ട് നൽകി. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്.